ബീട്രൂട്ടും തക്കാളിയും കുക്കറിലിട്ട് 2 വിസിലിന് വേവിച്ച് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഇങ്ങനെയും ഉണ്ടാക്കൂ. അപ്പോൾ അതിനായി തോലൊക്കെ ചീകി കഴുകി വൃത്തിയാക്കി ഒരു ബീട്രൂട്ടും ഒരു തക്കാളിയും കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 2 വിസിലിന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നാരങ്ങ വലുപ്പത്തിൽ ഒരു ഉരുള വാളംപുളി പുളി മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് കുതിരാനായി മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 ചെറിയുള്ളി, തൊലിയോട് കൂടിയ 8 വെളുത്തുള്ളി, 5-6 വറ്റൽമുളക്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പിടി കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് പൾസ് മോഡിലിട്ട് ഇതുപോലൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി അതേ മിക്സി ജാറിലേക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയതും വേവിച്ച് വെച്ച തക്കാളിയും ചേർത്ത് നന്നായി ഇതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പുളിയെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായി ഉടച്ച് പിഴിഞ്ഞ് പുളിവെള്ളം എടുക്കാം. ഇനി ഈ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചതച്ച് വെച്ച ഉള്ളിയും മുളകും മിക്സും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ടും തക്കാളിയും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് 1 പിടി മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി തിളപ്പിച്ച് തീ ഓഫ് ചെയ്താൽ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് രസം റെഡി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.